ഹായ് ഗൈസ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സജഷനായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഒരു ഒപ്പീനിയനായിട്ട് എടുക്കാം. അത് എങ്ങനെ എടുക്കണമെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. പ്രത്യേകിച്ച് എന്താ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി ഇപ്പം നമുക്ക് ഓണം വെക്കേഷനാണ്. കറൻ്റ്ലി 10 days ഓണം വെക്കേഷൻ ഉണ്ട്. നമ്മളെല്ലാവരും ഓണത്തിൻ്റെ ഒരു വൈബിലായിരിക്കും, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാവരും ഒത്തുകൂടുന്നൊരു ടൈമായിരിക്കും. അപ്പോൾ മെയിൻലി സെലിബ്രേഷൻ മൂഡായിരിക്കും കംപ്ലീറ്റ്ലി. അപ്പോൾ എനിക്ക് പറയാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ Monday 8th നമുക്ക് എല്ലാവർക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ഇനി അങ്ങോട്ട് ഫുൾ റഷ് ആയിരിക്കും. കാരണം ഒരു ഒക്ടോബർ പകുതി ആകുമ്പോഴേക്കും ഐ തിങ്ക് നിങ്ങൾക്ക് ഫസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകും. അപ്പോൾ ഫസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം അങ്ങോട്ട് റഷ് ആയിരിക്കും. നിങ്ങൾക്ക് പഠിക്കാൻ ടൈം തന്നെ ഉണ്ടാവില്ല. റെക്കോർഡ് വർക്ക്സ്, പിന്നെ അസൈൻമെൻറ്റ് കാര്യങ്ങൾ, പിന്നെ ഒക്ടോബർ പകുതി ആവുന്നതിലേക്ക് മുന്നേ നിങ്ങളുടെ മൊഡ്യൂൾസും തീർക്കണമല്ലോ. സോ മൊത്തത്തിൽ റഷായിരിക്കും. ആൻഡ് ഈ 2 മൊഡ്യൂൾ കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ എക്സാമിൻ്റെ ടൈം ആകുമ്പോഴേക്കും നിങ്ങളുടെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി ഒരു ചോദ്യം വരും, ലൈക്ക് എന്താ പഠിക്കേണ്ടേ? ആ ഒരു സ്റ്റേജിലേക്ക് എല്ലാവരും എത്തും. അത് സ്വാഭാവികമായിട്ട് എല്ലാ ഇയറും നടന്നു പോകുന്നൊരു കാര്യമാണ്. ആൻഡ് നമ്മളിപ്പോൾ സീനിയേഴ്സിനോടൊക്കെ ആണെങ്കിൽ അവർ പറയും നമ്മൾ അതിൽ അഡ്ജസ്റ്റായി പൊക്കോളും എന്നുള്ള രീതിയിൽ. ഓഫ്കോഴ്സ് നമ്മൾ അതിൽ അഡ്ജസ്റ്റായി പോവും. പക്ഷേ കുറച്ച് മുൻകരുതലുകൾ എടുക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പോൾ മാത്സ് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ 2-3 ദിവസമായിട്ട് ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ടാകും. അതിൽ പകുതി പേർക്ക് മനസ്സിലായിട്ടുണ്ടാകും, പകുതി പേർക്ക് എന്താ നടന്നതെന്ന് പോലും മനസ്സിലാകാത്തൊരു സിറ്റുവേഷനിലൂടെ ആയിരിക്കും മെയിൻ എല്ലാവരും കടന്നു പോകുന്നത്. അപ്പോൾ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ബേസിക്കലി മാത്സിന് ഏത് യൂട്യൂബ് ചാനൽ റിഫർ ചെയ്യേണ്ടേ, ലൈക്ക് ആ ഒരു ഗൈഡായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു RVS മാത്സ് അക്കാഡമിയാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. കാരണം എല്ലാ ഇയറും എല്ലാ സെമസ്റ്ററും നമ്മൾ അത് തന്നെയാണ് നോക്കി പോകുന്നത്. അത് മിസ് കുറച്ചുകൂടി സിമ്പിളായിട്ടും ബേസിക് ലെവലിൽ എല്ലാവർക്കും പറഞ്ഞു പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാവും. ഞാൻ പറഞ്ഞു നമ്മൾ നമ്മുടെ സ്കീം വെച്ചിട്ട് 2024 സ്കീം വെച്ചിട്ട് നമ്മുടെ ടോപ്പിക്സ് ഏതെന്ന് അതിൽ നോക്കി പഠിച്ചു തുടങ്ങാൻ പറഞ്ഞിരുന്നു. അതാരും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പോൾ 10 days ഇല്ലേ, ജസ്റ്റ് ഒന്ന് നമ്മുടെ സ്കീം ഒന്ന് അറിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ മൊഡ്യൂളിൽ ഏതൊക്കെ ടോപ്പിക്സ് ഉള്ളതെന്നോ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. കൂടുതൽ ഡെപ്തിലൊന്നും പോകണമെന്ന് പറയില്ല, അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. കുറച്ച് വെറുതെ ഫ്രീ ആയിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ബോറടിച്ചിരിക്കുകയാണെങ്കിൽ ആ RVSൻ്റെ മാത്സ് ക്ലാസ് നിങ്ങൾക്ക് എടുത്ത് നോക്കുക. അതുപോലെ തന്നെ മെക്കാനിക്സിന് ലേൺ വിത്ത് ജോഷി വൈദ്യ എന്ന് പറഞ്ഞ ചാനലുണ്ട്, അതും നിങ്ങൾക്ക് റെഫർ ചെയ്യാം. കാരണം ഞാനത് പറഞ്ഞത് വേറൊന്നുകൊണ്ടല്ല, ഒരു പകുതി ആകുമ്പോഴേക്കും ഒക്ടോബർ പകുതി ആകുമ്പോഴേക്കും നിങ്ങൾക്ക് എന്തായാലും സീരീസ് വരും. അപ്പോൾ ക്ലാസ്സസ് എടുത്താലും എടുത്തില്ലെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് എടുത്തോടത്തോളം വരെ ആയിരിക്കും ചിലപ്പോൾ എക്സാമിന് വരുന്നത്. സോ ആൻഡ് ടീച്ചേഴ്സ് എടുക്കുന്നത് ഭൂരിഭാഗം പേർക്ക് മനസ്സിലാവണമെന്നില്ല, ഡിപ്പെൻഡ്സ് ഓൺ ഈച്ച് പേഴ്സൺ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞ് വിളിച്ച് നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഇത് വേണമെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി, ഒരു നിർബന്ധമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് യു ഹാവ് ടു ഗോ വിത്ത് ദാറ്റ് ഫ്ലോ എന്നാണെങ്കിൽ ടീച്ചേഴ്സ് എടുക്കുന്ന രീതിയിൽ അപ്പോൾ പഠിച്ചു പോയാലും മതി. അല്ലെങ്കിൽ ഭൂരിഭാഗം പേരും പരീക്ഷയുടെ തലേദിവസമാണല്ലോ, അങ്ങനെ ചെയ്യാനാണെങ്കിൽ താല്പര്യമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ബട്ട് ആ ടൈമിൽ നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ് ലെവൽ കുറച്ച് കൂടുതലായിരിക്കും. കാരണം മെയിൻലി എല്ലാവരും സീരീസിന് തന്നെ ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ പുതിയ സ്കീം അനുസരിച്ച് 40% ഇൻറ്റേർണലും 60% എക്സ്റ്റേണലും. അപ്പോൾ സീരീസിന് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എക്സ്റ്റേണൽ മാർക്ക് കുറഞ്ഞാലും CGPക്ക് വലിയ അത്രയും മാർക്ക് നമുക്ക് കുറയില്ല. അപ്പോൾ മാക്സിമം സീരീസിന് നല്ല മാർക്ക് മേടിക്കാൻ നോക്കാം. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ എന്തായാലും കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് 1-2 ക്ലാസ്സസേ മാത്രമേ നടന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം നല്ല ഫ്രീ ആണ്. അപ്പോൾ ഫുൾ ടൈം നമ്മൾ എന്തായാലും ഓണത്തിൻ്റെ കൂടെ ആയിരിക്കില്ലല്ലോ. ആണെങ്കിൽ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഓണം വരും. അപ്പോൾ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് കസിൻസിൻ്റെ വീട്ടിൽ പോകും, റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോകും, അങ്ങനെ കുറേ ആഘോഷങ്ങളായിരിക്കും. അല്ലാത്ത ടൈം ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് RVSൻ്റെ മാത്സ് അക്കാഡമി നിങ്ങളുടെ സിലബസ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സിലബസ് ഡൗൺലോഡ് ചെയ്യുക മാത്സിൻ്റെ. KTU ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ 2024 സ്കീമിൻ്റെ സിലബസ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതിൽ മാത്സ് എടുക്കുക. അതിൽ മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2 ആയിരിക്കും നിങ്ങൾക്ക് ഫസ്റ്റ് സീരീസിന് ഉണ്ടാവുക. ആ ടോപ്പിക്സ് എന്താണെന്ന് വെച്ചാൽ റിഫർ ചെയ്യാം. എന്നിട്ട് RVSൻ്റെ ഞാൻ അന്ന് കാണിച്ചു തന്നല്ലോ, പ്ലേലിസ്റ്റ് എടുത്തിട്ട് ഇന്ന ടോപ്പിക്ക് ഏത് വീഡിയോയിലാണ് നോക്കുക, അത് പഠിക്കുക. ഓക്കെ, അങ്ങനെ ജസ്റ്റ് ഇപ്പോഴേ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ടീച്ചേഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നുകയും ചെയ്യും. പിന്നെ ആ ഒരു എന്താ പറയുക ടോപ്പിക്കും നിങ്ങളായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ. ഇപ്പം മെജോറിറ്റി ഇപ്പം നീറ്റ് റിപ്പീറ്റ് ചെയ്തും ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ചിലത് ഡയറക്റ്റ് +2 ആയിരിക്കും. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ നമുക്ക് മാക്സിമം ഒന്ന് ഒഴിവാക്കാൻ നോക്കാം.
പിന്നെ അങ്ങോട്ട് ക്ലാസ്സസ് തുടങ്ങിക്കഴിഞ്ഞാൽ മൊത്തം റഷായിരിക്കും. ഇപ്പോൾ തന്നെ ഐ തിങ്ക് മെക്കാനിക് ലാബ് റെക്കോർഡ് എഴുതാനൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ വേണമെന്നുള്ളവർ ഇപ്പോഴേ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തോളൂ എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. ജസ്റ്റ് ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു സജഷൻ പോലെ എടുത്താൽ മതി, വേണമെങ്കിൽ ചെയ്താൽ മതി, ഒരു കമ്പൽഷനും ഇല്ല. അപ്പോഴത്തെ നിങ്ങളുടെ സ്ട്രെസ് ലെവൽ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് ടീച്ചേഴ്സ് എന്തെടുക്കാന്ന് വെച്ചാൽ അങ്ങനെ ഫ്ലോയിൽ പോകാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്തോ. എന്താ പറയുക, കമ്പൽഷൻ. ഓക്കെ. അപ്പോൾ മാത്സിന് RVS മാത്സ് അക്കാഡമി, പിന്നെ മെക്കാനിക്സിന് ലേൺ വിത്ത് ജോഷി വൈദ്യൻ, അത്യാവശ്യം നല്ല യൂട്യൂബ് ചാനലാണ്. പിന്നെ ഫിസിക്സ് ഒക്കെ മിസ്സുമാരെടുക്കുന്നത് പഠിപ്പിച്ചാൽ മതി, അതിൻ്റെ ആവശ്യമുള്ളതെന്നാണ് എൻ്റെ അതിന് അത്ര ആവശ്യമുള്ളൂ. പിന്നെ എന്താ ബാക്കി സബ്ജക്റ്റ് ബാക്കിയൊക്കെ ടീച്ചേഴ്സ് എടുക്കുന്നതായിരിക്കും നല്ല, അത് അത്ര ആവശ്യമുള്ളൂ എന്നാണ് എൻ്റെ ഇത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്കത് പറഞ്ഞുതരാൻ പറ്റും. ഇതിപ്പോൾ എനിക്ക് എന്താ നിങ്ങൾക്ക് കണ്ടൻറ്റായിട്ട് ആവശ്യമുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സോ അത് കാരണമാണ് വീഡിയോസും ഡിലേ ആവുന്നത്. അല്ലെങ്കിൽ എന്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതിൻ്റെന്നുള്ള കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇനിയും ഈ വീഡിയോ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നില്ല. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കൂടുതൽ ഫർദർ നിങ്ങൾക്ക് വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ നോക്കാം. ഓക്കെ. ഞാനൊരു പ്രാവശ്യം കൂടി ചാനലിൻ്റെ നെയിം മെൻഷൻ ചെയ്യുക. RVS മാത്സ് അക്കാഡമിയാണ്. മാത്സിന് മെജോറിറ്റി റിഫർ ചെയ്യുന്നത്. അതിൽ 2019 സ്കീം നോക്കണ്ട, അത് നമ്മുടെ സ്കീമിലുള്ളത് തന്നെ. ജസ്റ്റ് നമ്മുടെ സ്കീമിൽ നിന്ന് കുറച്ച് മൊഡ്യൂളൊക്കെ എടുത്ത് മാറ്റിയെന്നുള്ളൂ, അല്ലെങ്കിൽ ചില സർട്ടൻ ടോപ്പിക്സ് എടുത്ത് മാറ്റിയെന്നേ ഉള്ളൂ. കൺഫ്യൂഷൻ അടിക്കേണ്ട, നമ്മുടെ സെയിം ടോപ്പിക്കാണ്. അതാണ് ഞാൻ പറഞ്ഞത്. സ്കീം വെച്ചിട്ട് മൊഡ്യൂൾ 1 ടോപ്പിക്സ് ചെയ്താൽ മിസ് അവിടെ സ്പെസിഫിക് ആയിട്ട് പറയും ഇന്ന ടോപ്പിക്സാണ് പഠിക്കുന്നത് ഫസ്റ്റ് മിസ് അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഡൗട്ട് കാര്യങ്ങൾ വരേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ പറഞ്ഞതാണ്. പിന്നെ മെക്കാനിക്സിനൊക്കെ ലേൺ വിത്ത് ജോഷി വൈദ്യൻ, അതും ഇങ്ങനെ സിലബസ് നോക്കുക, എന്നിട്ട് ക്ലാസ് കാണാൻ നോക്കുക. ഓക്കെ, താങ്ക് യു ഗൈസ്.